ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വിങ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ടാൻജന്റ് എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ നിന്നാണ് ഒരു ഏഴാമത്തെ ഒരു ചാപ്റ്റർ എന്ന ടാൻജന്റ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. എന്താണ് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിൽ എന്താണ് ആ ചാപ്റ്ററിന്റെ ഫുൾ സംഭവങ്ങൾ ഞാൻ എന്ത് ചെയ്യും നിങ്ങൾക്ക് പറഞ്ഞുതരും. ഫുൾ സംഭവങ്ങൾ എന്ത് ചെയ്യൂടാ നമ്മൾ പഠിക്കും. നമുക്ക് എന്താണ്ടാ ആ ടാൻജന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലോട്ട് എന്ത് ചെയ്യുന്നു, എല്ലാവരെയും സുഖം ചെയ്യുന്നു. നോക്കിയോടാ, നമ്മൾ ആദ്യം എന്താ നമുക്ക് എന്താണ്ട ഇത് സർക്കിൾ എന്ന് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, സർക്കിൾ എന്നുള്ള ചാപ്റ്റർ, അതുമായിട്ട് എന്താണ് കൂടുതലായിട്ട് ബന്ധപ്പെട്ടൊരു ചാപ്റ്ററാണ് ഏതെന്ന് പറയണേ, ടാൻജന്റ് എന്താണ് ചാപ്റ്റർ എന്ന് പറയണേ. അപ്പൊ എന്താണ് ആദ്യം നമുക്ക് നോക്കാം കുട്ടികളെ. ഇവിടെ നോക്കി ആദ്യം എന്താണ് ഇതാണ് എന്തെന്ന് പറയണേ, ഒരു സർക്കിൾ എന്ന് പറയും. ഇതാണ് എന്തെന്ന് പറയണേടാ, ഒരു സർക്കിൾ എന്ന് പറയണേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ട്? ഇത് എല്ലാവർക്കും അറിയാം. നോക്കിയിട്ട് എന്താണ് സർക്കിളിൽ എന്താണ് കുറെ സംഭവങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാം. എന്താണ്ടാ ഇവിടെ നടുക്കൊരു പോയിന്റ് ഉണ്ടല്ലോ, എന്താണ് സർക്കിളിൽ എന്തായാലും എല്ലാ സർക്കിളിൽ നിന്നും നടുക്കൊരു പോയിന്റ്, ആ പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയണേ, സെന്റർ എന്ന് പറയും. എന്തെന്ന് പറയൂടാ, സെന്റർ എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, സിമ്പിൾ അല്ലേ അത്. അടുത്തിനി എന്താണ് നോക്കിയോ, ഞാൻ എന്താണ് സെന്ററിൽ കൂടെ ഒരു ലൈൻ വരച്ചാൽ അതിനെ പറയുന്ന പേരാണ്, അതിന് എന്തെന്ന് പറയും, ഡയമീറ്റർ എന്ന് പറയും. എന്തെന്ന് പറയും, ഡയമീറ്റർ എന്ന് പറയും. ഡൗട്ട് ഉണ്ടോ? അതിൽ ആർക്കും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ ആണ്. അത് എല്ലാവർക്കും അറിയാം. നോക്കിയോളൂ, ആ സെന്ററിൽ കൂടെ എല്ലാം നോക്കിയോ, ഞാൻ താഴെ കൂടെ ഒരു ലൈൻ വരയ്ക്കും. താഴെ കൂടെ എന്ത് വരയ്ക്കുന്നു, ഒരു ലൈൻ വരയ്ക്കുന്നു. അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയണേ, കോഡ് എന്ന് പറയും. എന്തെന്ന് പറയൂടാ, കോഡ് എന്ന് പറയുന്നത്. കോഡ് അല്ലെ എന്താണ്, ഞാണെന്ന് പറയും. മലയാളത്തിൽ എന്തെന്ന് പറയും, ഞാണെന്ന് പറയും. ഇത്രയും പറഞ്ഞാൽ ആർക്കും ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ ആണ്. എന്താണ്, ഇതാണ് ഒരു സർക്കിൾ എന്ന് പറയണേ. സർക്കിളിൽ എന്താണ് സെന്ററിൽ കൂടെ കടന്നുകൊണ്ട് ലൈനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയണേ, ഡയമീറ്റർ എന്ന് പറയുന്നു. അടുത്തിനി എന്താണ്ട നോക്കി, സർക്കിളിൽ സെന്ററിൽ കൂടെ അല്ല, പിന്നെ എന്താണ്ട ഏതെങ്കിലും രണ്ട് പോയിന്റുമായിട്ട് ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന ലൈനാണ് എന്തെന്ന് പറയണേ, കോഡ് എന്ന് പറയണേ. ഇത്രയും പറഞ്ഞാൽ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ? ഞാൻ എന്താണ് ഇതിനെന്താണ് ഒരു എ എന്നും ഇതിനെന്താണ് ബി എന്നൊരു പേര് കൊടുക്കുന്നു. ഡൗട്ട് ഉണ്ടോ? ഇത്രയും പറഞ്ഞ ഡൗട്ട് ഉണ്ടോ? ഇത് നമ്മൾ സർക്കിളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എന്താണ് ഇപ്പം പഠിക്കാനുള്ള അതല്ല, വേറൊരു സംഭവം എന്താണ്, ടാൻജന്റ് എന്നൊരു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കണം. എന്താണ് പഠിക്കാൻ പോണേ, ടാൻജന്റ്. നോക്കിയോട്ടില്ല, ഞാൻ എന്താണ്ടാ വേറൊരു സർക്കിൾ വരയ്ക്കുകയാണ്. എന്ത് വരയ്ക്കുകയാണ്, ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. അതിന്റെ എന്താണ് സർക്കിളിൽ എന്നത് ഈ പോയിന്റ്, ഇവിടെ ഞാൻ ചെയ്യുന്ന ഒരു പോയിന്റ് എ എന്നുള്ളൊരു പോയിന്റ് കൊടുത്തു. എന്ത് കൊടുത്താ, എ എന്നുള്ളൊരു പോയിന്റ് കൊടുത്തു. ഡൗട്ട് ഉണ്ടോ? ഈ എ എന്നുള്ള പോയിന്റ് എന്താണ് ടച്ച് ചെയ്ത് ഞാൻ എന്ത് ചെയ്യേണ്ട കുട്ടികളെ, ഒരു വര വരയ്ക്കുന്നു. ടച്ച് ചെയ്ത് എന്ത് വരയ്ക്കുന്നു, ഒരു വര വരയ്ക്കുന്നു. ടച്ച് ചെയ്ത് എന്താണ്, ഒരു വര വരയ്ക്കുന്നു. ആ ലൈനിനെ പറയണ പേരാണ് എന്തെന്ന് പറയണേ, ടാൻജന്റ് എന്ന് പറയുന്നത്. ഡൗട്ടില്ല. എന്താണ്ടാ ഒരു സർക്കിൾ ഉണ്ട്, അതിനെന്താണ് ഒരു സെന്ററും ഉണ്ട്. പിന്നെ എന്താണ് ഇവിടെ എന്തുണ്ടാ കുട്ടികളെ, സർക്കിളിൽ നിന്ന് ഒരു പോയിന്റ് അടയാളപ്പെടുത്തി, എ എന്നുള്ള പോയിന്റ് അടയാളപ്പെടുത്തി. ആ എ എന്നുള്ള പോയിന്റ് ടച്ച് ചെയ്ത് പറയുന്ന ലൈനാണ് എന്തെന്ന് പറയണേ, ഇവിടെ എന്തെന്ന് പറയണേടാ, ടാൻജന്റ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയണേടാ, ടാൻജന്റ് എന്ന്. ഇത്രയും പറഞ്ഞ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണെന്ന് നോക്കിയ കുട്ടികളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണേ. ഒരു സർക്കിളിൽ എന്താണ് ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയാൽ, സർക്കിളിൽ എന്താണ്ടാ ഒരു പോയിന്റ് അടയാളപ്പെടുത്തിയാൽ, ഒരു പോയിന്റിൽ കൂടെ എത്ര ടാൻജന്റ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ, ഒരൊറ്റ ടാൻജന്റ് മാത്രമേ വരയ്ക്കാൻ പറ്റൂ. എത്ര ടാൻജന്റ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂടാ, ഒരൊറ്റ ടാൻജന്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വരയ്ക്കാൻ പറ്റുള്ളൂ. ഡൗട്ട് ഉണ്ടാ? സിമ്പിൾ ആണ്. എന്താണ് ഒരു സർക്കിൾ ഉണ്ട്, പിന്നെ എന്താണ് അതിൽ എന്താണ് ഒരു പോയിന്റ് അടയാളപ്പെടുത്തി, എ എന്നുള്ള പോയിന്റ് അടയാളപ്പെടുത്തിയേ. ആ എ എന്നുള്ള പോയിന്റിൽ കൂടെ എത്ര ടാൻജന്റ് നമുക്ക് വരയ്ക്കാൻ പറ്റും, ഒരൊറ്റ ടാൻജന്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ കുട്ടികളെ, വരയ്ക്കാൻ പറ്റുള്ളൂ. ഡൗട്ട് ഉണ്ടാ? അടുത്തിനി എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്ന വേറൊരു കാര്യമാണ് കുട്ടികളെ. നോക്കിക്കോ, ഇതെന്താണ് സെന്റർ, എന്താണ്ട ഓ ആണ്. ഇത് സെന്റർ എന്താണ്ട ഓ ആണ്. ഇനി എന്താണ്ട ഇവിടെ നമുക്ക് വേണം എന്ത് വരയ്ക്കാം കുട്ടികളെ, റേഡിയസ് വരയ്ക്കാം. എന്ത് വരയ്ക്കാം, റേഡിയസ് വരയ്ക്കാം. ഡൗട്ട് ഉണ്ടാ? അപ്പൊ എന്താണ് നോക്കി കുട്ടികളെ, ഈ റേഡിയസും ഈ ടാൻജന്റുമായിട്ട് എന്തുണ്ടാക്കുന്നു കുട്ടികളെ, ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നോക്കിയോ കുട്ടികളെ, എന്താണ്ട ഈ ടാൻജന്റും ഈ റേഡിയസുമായിട്ട് എന്തുണ്ടാക്കുന്നു കുട്ടികളെ, ഒരു ആംഗിൾ ഉണ്ട്. ആ ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിട്ട്. സിമ്പിൾ ആണ് കുട്ടികളെ. എന്താണ്ട ഒരു സർക്കിൾ ഉണ്ട്, പിന്നെ എന്താണ് കുട്ടികളെ എ എന്നുള്ള പോയിന്റ് ഉണ്ട്. ആ എ എന്നുള്ള പോയിന്റ് കൂടെ വരയ്ക്കുന്ന ലൈനാണ് എന്തെന്ന് പറയണേ, ടാൻജന്റ് എന്ന് പറയുന്നത്. അതിന് ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇനി എന്ത് ചെയ്യുന്നു കുട്ടികളെ, ആ റേഡിയസും ഈ ടാൻജന്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും, എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി ആയിരിക്കും? ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ എത്ര ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഇത്രയും പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയായിരിക്കും. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ കുട്ടികളെ. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചൊരു സംഭവം ഉണ്ട്. ആദ്യം പഠിച്ച കാര്യം എന്താണ്, ആദ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള സംഭവം എന്താണ്ടാ, ഒരു പോയിന്റിൽ കൂടി എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റും കുട്ടികളെ, ഒരൊറ്റ ടാൻജന്റ് കൂടി എത്ര ടാൻജന്റ് എന്താണ്, ഒരു പോയിന്റ് കൂടെ എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റും, ഒരൊറ്റ ടാൻജന്റ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഡൗട്ട് ഉണ്ടാ? ഇനി വേറൊരു കാര്യം ഞാൻ പറയട്ടെ കുട്ടികളെ, ഒരു സിമ്പിൾ ആണ്. എടാ നോക്കിയോ, നമ്മൾ അടുത്ത് പഠിക്കാൻ പോണ കാര്യം ഒരു സിമ്പിൾ കാര്യമാണ്. നോക്കിയോളൂ, ഇതെന്താണ്ട് ഒരു സർക്കിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതെന്താണ്ട ഒരു സർക്കിളാണ്. നമുക്കറിയാം എന്താണ്ട എന്നുള്ളൊരു പോയിന്റിൽ കൂടെ എത്ര ടാൻജന്റ് വരയ്ക്കാന്ന് പറഞ്ഞു, ഒരൊറ്റ ടാൻജന്റ് മാത്രം വരയ്ക്കാമെന്ന് പറഞ്ഞു. ഡൗട്ട് ഉണ്ടാ? അപ്പൊ എന്താണ് ഒരു സർക്കിളിൽ എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റും, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഒരു സർക്കിളിൽ എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റൂടാ,
ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എന്ത് വരയ്ക്കാടാ ടാൻജന്റ് വരയ്ക്കാൻ. സിമ്പിൾ ആണ് കുട്ടികളെ. എന്താണ്ടാ സർക്കിളിലുള്ള ഒരു പോയിന്റിൽ നിന്ന് എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റും? ഒരൊറ്റ ടാൻജന്റ് മാത്രമേ വരയ്ക്കാൻ പറ്റൂ. സർക്കിളിലുള്ള ഒരു പോയിന്റിൽ നിന്ന് എത്ര ടാൻജന്റ് മാത്രം വരയ്ക്കാൻ പറ്റും കുട്ടികളെ? ഒരു ടാൻജന്റ്. അപ്പൊ എന്താണ് സർക്കിളിൽ എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റും നോക്കി കുട്ടികൾ. നമ്മൾ എന്താണ്ടാ ഒരു സർക്കിളിൽ എന്താണ് ഇവിടെ നിന്ന് ഒരു ടാൻജന്റ് വരയ്ക്കുന്നു, പിന്നെ എന്താ ഈ ഒരു പോയിന്റ് ഇവിടെ നിന്ന് ഒരു ടാൻജന്റ് വരയ്ക്കുന്നു, പിന്നെ എന്താ ഈ ഒരു പോയിന്റ് എന്താണ് ഇവിടെ നിന്ന് ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. നമുക്ക് എന്താണ് ഇഷ്ടം പോലെ എത്ര എന്ത് വരയ്ക്കാം? ഇൻഫിനിറ്റ് നമ്പർ ഒക്കെ എന്ത് വരയ്ക്കാം കുട്ടികളെ? ടാൻജന്റ് വരയ്ക്കാം. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം കുട്ടികളെ? ഓർമ്മിച്ച് വെച്ചിരിക്കണം. ഡൗട്ട് ഉണ്ടാ? നമുക്ക് ഇനി എന്താണ് നമ്മൾ ആകപ്പാടെ പഠിച്ചത് എന്താണ്? വെറും 3 കാര്യങ്ങൾ മാത്രമേ പഠിച്ചുള്ളൂ. സിമ്പിൾ ആണ്. ഞാൻ ഒന്ന് പറയട്ടാടാ. ആ 3 കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയട്ടാ. ഇവിടെ നോക്കിയോ. എന്താണ്ടാ ഒരു സർക്കിൾ ഉണ്ട്, പിന്നെ എന്താണ്ടാ അതിലെന്താണ്ട് ഒരു പോയിന്റ് ഞാൻ അടയാളപ്പെടുത്തി. ആ പോയിന്റ് എന്താണ് വരയ്ക്കുന്ന ഒരു ലൈനാണ് എന്തെന്ന് പറയുന്നത്? ടാൻജന്റ് എന്ന് പറയുന്നത്. ഡൗട്ട് ഉണ്ടാ? ഒരു പോയിന്റിൽ കൂടെ എത്ര ടാൻജന്റ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂടാ? ഒരൊറ്റ ടാൻജന്റ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഡൗട്ട് ഉണ്ടാ? സിമ്പിൾ ആണ്. അടുത്ത് രണ്ടാമത് പഠിച്ച കാര്യം എന്താണ് കുട്ടികളെ? വേറെ ഒന്നുമില്ല. എന്താണ്ടാ ആ ടാൻജന്റ് നമ്മൾ വരച്ചു, പിന്നെ എന്താണ്ടാ അവിടെ എന്ത് വരച്ചു? ഒരു റേഡിയസ് വരച്ചു. ആ റേഡിയസും ടാൻജന്റോട്ടൊപ്പം ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രിയാണ്. ഡൗട്ട് ഉണ്ടാ? ഈ 2 കാര്യങ്ങൾ ആർക്കും ഡൗട്ട് ഇല്ല. ഓക്കെ. അടുത്ത നമ്മൾ മൂന്നാമത് പഠിക്കാൻ പോണത് എന്താണ്ടാ? ഇതൊരു സർക്കിളാണ്. ഇതെന്താണ്ടാ ഒരു സർക്കിളാണ്. ഒരു സർക്കിളിൽ എത്ര ടാൻജന്റ് വരയ്ക്കാം? എത്ര ടാൻജന്റ് വരയ്ക്കാം കുട്ടികളെ? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എന്ത് വരയ്ക്കാം? ടാൻജന്റ് വരയ്ക്കാം. ഡൗട്ട് ഉണ്ടാ? അടുത്ത ഇനി എന്താണ് ഒരു സിമ്പിൾ ആയിട്ട് വേറൊരു കാര്യങ്ങൾ പഠിക്കണം. വേറൊരു കാര്യം കൂടെ സിമ്പിൾ ആണ്. ഞാൻ ഇപ്പം പറഞ്ഞുതരാം. നോക്കിയോ. ഇതെന്താണ്ടാ ഒരു സർക്കിളാണ്. ഇതെന്താണ്ടാ ഒരു സർക്കിളാണ്. ആർക്കും ഡൗട്ട് ഇല്ല. ഇതെന്താണ്ടാ ഒരു സർക്കിളാണ്. ഇതിന്റെ പുറത്ത് എന്താണ്ട് ഒരു പോയിന്റ് ഉണ്ട്. പുറത്ത് എന്തുണ്ടാ ഒരു പോയിന്റ് ഉണ്ട്. ഡൗട്ട് ഞാൻ ഒരു പി എന്നുണ്ട് പേര് കൊടുക്കട. പി എന്നുണ്ട് പേര് കൊടുക്കണം. ഡൗട്ട് ഉണ്ടാ? ഈ ഒരു പി എന്നുള്ള പോയിന്റ് നോക്കിയോട്ടെ. ഇവിടെ സർക്കിളിൽ എന്താണ് കുട്ടികളെ? ഇതെന്താണ് എ എന്നുണ്ട് പോയിന്റ്. ഇതെന്താണ്ടാ ബി എന്നുണ്ട് പോയിന്റ് ഉണ്ട്. ഡൗട്ട് ഉണ്ടാ? നോക്കിയോ. സർക്കിളിന്റെ എന്താണ് സർക്കിളിന്റെ പുറത്തൊരു പോയിന്റ് ഉണ്ട് പി. ഡൗട്ട് ഉണ്ടാ? ആ പിയിൽ നിന്ന് എത്ര ടാൻജന്റ് വരയ്ക്കാൻ ചോദിച്ചാൽ എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റും കുട്ടികളെ? നമുക്ക് 2 ടാൻജന്റ് വരയ്ക്കും. എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റും? 2 ടാൻജന്റ്. ഡൗട്ട് ഉണ്ടാ? എന്താണ് ഒരു സർക്കിൾ ഉണ്ട്, പുറത്തൊരു പോയിന്റ് എന്താണ് കുട്ടികളെ? പി ഉണ്ട്, പിന്നെ എന്താണ് ഇവിടെ സെന്റർ നമുക്കറിയാം എന്താണ് ഓ ഉണ്ട്. ഡൗട്ട് ഉണ്ടാ? എന്താണ് കുട്ടികളെ? വേറെ ഒന്നുമില്ല. എന്താണ് ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിൽ നിന്ന് 2 പോയിന്റ് ആണ് എന്താണ് എയും ബി എന്നുള്ള എന്താണ്ട 2 പോയിന്റ് ഉണ്ട്. ഡൗട്ട് ഉണ്ടാ? ആ എന്താണ് പുറത്തുള്ള ആ പോയിന്റിൽ എത്ര ടാൻജന്റ് നമുക്ക് വരയ്ക്കാൻ പറ്റും കുട്ടികളെ? എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റും? എക്സ്റ്റേണലോട്ടുള്ള പോയിന്റിൽ എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റും? 2 ടാൻജന്റ് വരയ്ക്കാം. നോക്കി കുട്ടികളെ. എന്താണ് നോക്കിയോളൂ. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു കുട്ടികളെ? ഒരു ടാൻജന്റ് വരയ്ക്കും. ഡൗട്ട് ഉണ്ടാ? സിമ്പിൾ അല്ലേ കുട്ടികളെ? സിമ്പിൾ അല്ലേ? എന്താണെന്ന് സിമ്പിൾ ആണ്. ഒരു സർക്കിൾ ഉണ്ട്. സർക്കിളിന്റെ എന്താണ് പുറത്തൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റും? 2 ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. എത്ര ടാൻജന്റ് വരയ്ക്കാൻ പറ്റൂടാ? 2 ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാ? ഇല്ല. നോക്കിയോളെ. പിന്നെ എന്താണ് ഈ 2 ടാൻജന്റിന് ഒരു പ്രത്യേകത ഉണ്ട് കുട്ടികളെ. ഈ പി എയും പി ബി എപ്പോഴും എന്തായിരിക്കും കുട്ടികളെ? ഈക്വൽ ആയിരിക്കും. എന്താണ്ടാ പി എയും ഒന്നാമത്തെ കാര്യം എന്താ കറക്റ്റ് മനസ്സിലായിക്കോളണേ. പി എയും പി ബി എപ്പോഴും എന്തായിരിക്കും കുട്ടികളെ? ഈക്വൽ ആയിരിക്കും. 2 ടാൻജന്റും എപ്പോഴും എന്തായിരിക്കും കുട്ടികളെ? ഈക്വൽ ആയിരിക്കും. ഡൗട്ട് ഉണ്ടാകുന്നില്ല? സിമ്പിൾ ആണ്. എന്താണ്ടാ പി എയും പി ബി എപ്പോഴും എന്തായിരിക്കും ഇവിടെ? ഈക്വൽ ആയിരിക്കും. നമ്മൾ അടുത്ത് പഠിക്കാനുള്ള കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലായിക്കോളണം കുട്ടികളെ. നോക്കി നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. നോക്കിയൂടെ. ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു കുട്ടികളെ? ഒരു റേഡിയസ് ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഇവിടെ നിന്ന് എന്താണ് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു കുട്ടികളെ? വേറൊരു റേഡിയസ് വരയ്ക്കും. ഡൗട്ട് ഉണ്ടാ? 2 റേഡിയസ് എന്താണ് 2 സൈഡിൽ നിന്ന് വരച്ചു. നിങ്ങൾക്കറിയാം കുട്ടികളെ. നോക്കിയോ. എന്താണ് ഓ ബിയും എന്താണ്ടാ ഈ ഒ ബിയും ഒ എയും തമ്മിൽ എന്താണ് ഒരു ബന്ധമുണ്ട്. എന്താണ്ടാ ഒ ബിയും ഒ എയും തമ്മിൽ എന്താണ്ട് ഒരു ബന്ധമുണ്ട്. അതിന്റെ സർക്കിളിന്റെ എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. എന്താണ് സർക്കിളിന് എന്തായിരിക്കും? റേഡിയസ് ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ എന്താണ് ഒ എയും ഒ ബിയും എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്ട? വേറെ ഒന്നുമില്ല. എന്താണ്ട ഒ എയും ഒ ബി ഇപ്പൊ എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഡൗട്ട് ഉണ്ടാ? ഒ എയും ഒ ബി എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഡൗട്ട് ഉണ്ടാ? സിമ്പിൾ കാര്യമാണ്. വേറെ ഒന്നുമില്ലടാ. ഇനി എന്താ മൂന്നാമത്തെ കാര്യം നിങ്ങൾ നോക്കിയോട്ടില്ലേ. നമുക്കറിയാം, നമ്മൾ പഠിച്ചു. എന്താണ്ട റേഡിയസും ടാൻജന്റോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. എന്താണ്ട റേഡിയസും ടാൻജന്റോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. എത്ര ഡിഗ്രി ആണ്ടാ? 90 ഡിഗ്രി. ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും കുട്ടികളെ? 90 ഡിഗ്രി. എളുപ്പമല്ലേ? ഇവിടെ മൂന്നാമത്തെ കാര്യം എന്താണ്ട? ആംഗിൾ എന്താണ്ട പറ. ഒ ബി പി എന്താണ്ട? ഒ ബി പിയും ഈക്വൽ ടു ആംഗിൾ എന്താണ്ട? ഒ എ പി എന്താണ്? ആംഗിൾ എന്താണ്ട? ഒ എ പി എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ഇത്രയും പറഞ്ഞ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാ? ഈ ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി. എന്താണ് ടാൻജന്റും സർക്കിൾ റേഡിയസും എന്താണ് ടാൻജന്റോട്ടുണ്ടാക്കുന്ന ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രിയാണ്. സിമ്പിൾ കാര്യമല്ലേ? ഇനി എന്താണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്? കുട്ടികളെ നോക്കിയോടാ. ഇനി എന്താണ് ഇത് 2 90 ഇവിടെ 90 എന്നിട്ട് ഇവിടെ 90 എന്നിട്ടേ. ഇനി വേറൊരു കാര്യം നോക്കൂ കുട്ടികളെ. ഇവിടെ ഞാൻ എന്താ ഒരു ആംഗിൾ എന്താ? ഇവിടെ ഞാൻ ഇവിടെ ഒരു 100 എന്നുള്ള ആംഗിൾ ഞാൻ അടയാളപ്പെടുത്തി. ഇവിടെ എന്താണ് 100 എന്നുള്ള എന്താ അടയാളപ്പെടുത്തിയിടാ? ഒരു ആംഗിൾ അടയാളപ്പെടുത്തി. ഇവിടെയുള്ള ആംഗിൾ നിങ്ങൾക്ക് എന്താണ് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇവിടെയുള്ള ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും കുട്ടികൾ. സിമ്പിൾ ആണ്, വലിയ പാടൊന്നുമില്ല.
ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എത്ര കിട്ടും കുട്ടികളെ? 180 കിട്ടി. എത്ര കിട്ടൂടാ? 180. എന്താ സപ്ലിമെന്ററി ആയിരിക്കും. ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടാ? 180 കിട്ടും. ഡൗട്ട് ഉണ്ടാടാ? എന്തായിരിക്കും 180 കിട്ടും. സിമ്പിൾ ആണ്. അപ്പൊ എന്താണ് 180 എന്താണ് 100 കുറയ്ക്കുമ്പോൾ ഇവിടെ എത്രയും കിട്ടും? 180 എന്താണ്ടാ 100 കുറയ്ക്കുന്നു, ഇവിടെ എത്രയും നീട്ടൂടാ? 80 എന്നിട്ട്. എത്രയും നീട്ടൂടാ? 80 എന്നിട്ട്. ഡൗട്ട് ഉണ്ടോ? ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പൊ എത്ര കിട്ടും? 180 കിട്ടും. ഡൗട്ട് ഉണ്ടാ? നമുക്കത് സിമ്പിൾ ആണ്. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ആകെ തുക എപ്പോഴും എത്രയായിരിക്കും കുട്ടികളെ? പറയാമോ? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ ആകെ തുക എപ്പോഴും എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. എത്രയാണ്ടാ? 360 ഡിഗ്രിയാണ്. നോക്കിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഇതെന്താണ്? ഇതൊരു ക്വാഡ്രിലാറ്ററൽ എന്ന് ഞാൻ പറഞ്ഞു. ഇതെന്താണെന്ന് പറഞ്ഞാ? ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു. ഈ ഇങ്ങനെയുള്ള എന്താണ് ഓപ്പോസിറ്റ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് 180 കിട്ടും. ക്വാഡ്രിലാറ്ററൽ പറയുന്ന ഒരു പേരുണ്ട്. എന്താണ്ടാ? അങ്ങനെയുള്ള ക്വാഡ്രിലാറ്ററൽ പറയുന്ന പേരെന്താണ്ടാ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. എന്തെന്ന് പറയടാ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. എന്താണ്? നാലാമത്തെ കാര്യം എന്താണ്? വേറെ ഒന്നുമില്ല കുട്ടികളെ. എന്താണ്ടാ? ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എത്ര കിട്ടും? 180 കിട്ടും. എന്താണ് നാലാമത്തെ കാര്യം? എന്താണ് കുട്ടികളെ? ഈ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് സൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും കുട്ടികളെ? 180 കിട്ടും. ഇങ്ങനെ എന്താണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് 180 കിട്ടുന്ന എന്താണ്ടാ? ക്വാഡ്രിലാറ്ററൽ പറയുന്ന പേരാണ് എന്തെന്ന് പറയണേ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. എന്തെന്ന് പറയൂടാ? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയും. ഇത്രയും പറഞ്ഞാൽ ആർക്കും ഡൗട്ട് ഉണ്ടാ? സിമ്പിൾ കാര്യമാണ്. നോക്കിയിട്ടുള്ള ഇപ്പൊ എന്താണ് ഇവിടെ എന്താണ്ടാ? ഇവിടെ ഇപ്പൊ എത്രയാണ്ടാ? ഒരു 80 ഡിഗ്രി തരും. എത്ര ഡിഗ്രി? ഇവിടെ എത്രയും തരൂടാ? ഒരു 110 ഡിഗ്രി തരും. ഇവിടെ എത്രയും തരൂടാ? 110 ഡിഗ്രി തന്നാൽ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ്ടാ? സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കൂല കുട്ടികളെ. എത്രയെന്ന് പറയും നിങ്ങൾ? 180 മൈനസ് എത്രയും ചെയ്താൽ മതി? 110 ചെയ്യുക. എത്രയും നേട്ടോടാ? 70 ഡിഗ്രി എന്നിട്ട്. എത്രയും നേട്ടോടാ? 70 ഡിഗ്രി എന്നിട്ട്. ഇത്രയും പറഞ്ഞാൽ ആർക്കും ഡൗട്ട് ഉണ്ടാ? നോക്കിയോട്ടെ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നിങ്ങൾക്ക് എന്താണ്ടാ? സിമ്പിൾ ആയിട്ട് മനസ്സിലായിക്കണം. വലിയ പാടൊന്നും ഇല്ലടാ. ഞാൻ എന്താണ് ലാസ്റ്റ് എന്താണ് ബ്രീഫായിട്ട് എന്ത് ചെയ്യാം ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇനി എന്താണ് അടുത്തൊരു സംഭവം നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് കുട്ടികളെ. എല്ലാ പരീക്ഷയും എത്ര മാർക്ക് ചോദിക്കും? 5 മാർക്ക് ഉറപ്പാണ് കുട്ടികൾ. ആംഗിൾസ് കണ്ടുപിടിക്കാൻ വേണ്ടി എത്ര മാർക്ക് ചോദിക്കൂടാ? 5 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതെന്താണ് സർക്കിളിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണോടാ? പഠിക്കണം. സിമ്പിൾ ആണ്. നോക്കിയോ. എടാ ഇതെന്താണ്ട ഒരു സർക്കിളാണ്. സർക്കിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡൗട്ട് ഉണ്ടോ? ഇനി എന്താണെന്ന് നോക്കി ഞാൻ ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്ന കുട്ടികൾ? ഒരു കോഡ് വരയ്ക്കുന്നു. എന്ത് വരയ്ക്കുന്നോടാ? ഒരു കോഡ് വരയ്ക്കുന്നു. ഡൗട്ട് ഉണ്ടോ? സർക്കിളിന്റെ എന്താണ് ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ എന്താണ് കണക്ട് ചെയ്ത ലൈനാണ് എന്തെന്ന് അറിയാം? കോഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഡൗട്ട് ഉണ്ടോ? ഇനി എന്ത് ചെയ്യുന്ന കുട്ടികളെ നോക്കിയോ. ഇതിന് എന്തുണ്ട്? സർക്കിളിൽ എന്തുണ്ടെന്ന് അറിയാം? സെന്റർ ഉണ്ടെന്ന് അറിയാം. എന്തെന്നറിയാം? സെന്റർ ഉണ്ടെന്ന് അറിയാം. ഡൗട്ട് ഉണ്ടാ? ഇതെന്താണ്? സർക്കിളാണ്. ഇതൊരു കോഡാണ്. ഡൗട്ട് ഉണ്ടാ? ഞാൻ ഈ കോഡിന്റെ രണ്ട് എൻഡ് പോയിന്റ് ചെയ്യുന്നതാണ്ടാ സെന്ററിലോട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. എന്തുണ്ടാക്കുന്നോടാ? സെന്ററിലോട്ട് എന്തുണ്ടാക്കുന്നു? ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. ഡൗട്ട് ഉണ്ടാ? പിന്നെ എന്താണ്ടാ? ഈ കോഡിൽ നിന്ന് ഈ രണ്ട് എൻഡ് പോയിന്റ് തന്നെ എങ്ങോട്ട് ഉണ്ടാക്കുന്നു കുട്ടികളെ? സർക്കിളിൽ ഒരു എന്തുണ്ടാക്കുന്നു കുട്ടികളെ? ഒരു ആംഗിൾ ഉണ്ടാകും. ഡൗട്ട് ഉണ്ട്? സർക്കിളിലോട്ട് എന്ത് ചെയ്യുന്ന കുട്ടികളെ? ഒരു ആംഗിൾ ഉണ്ടാകും. ഡൗട്ട് ഉണ്ടാ? നിങ്ങളൊരു കാര്യം ഓർക്കണം കുട്ടികളെ. ഇവിടെ എന്ത് ആംഗിൾ ആണോ ഇവിടെ എന്ത് ആംഗിൾ ആണോ അതിന്റെ പകുതി ആയിരിക്കും എവിടെ വരുന്നത് കുട്ടികളെ? ഇവിടെ വരുന്നത്. ഡൗട്ട് ഉണ്ടാവില്ല. എന്താണ് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഇവിടെ എക്സ് എന്ന് വന്നാൽ അതിന്റെ പകുതിയായി എത്രയായിരിക്കും? ഇവിടെ x/2 ആയിരിക്കും. എവിടെ എന്ന് പറയണേ? മുകളില്. ഡൗട്ട് ഉണ്ടാവില്ലേ? സിമ്പിൾ ആണ്. ഇതൊരു സർക്കിളാണ്. ഒരു കോഡാണ്. ഒരു കോഡാണ്. ഈ കോഡിന് രണ്ട് എൻഡ് പോയിന്റ് എന്താണ്? സർക്കിളിലോട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കി. പിന്നെ സെന്ററിലോട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കി. ഡൗട്ട് ഉണ്ടാവില്ലേ? ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും എവിടെ എന്ന് പറയണേ? മുകളിൽ. കറക്റ്റായിട്ട് പഠിച്ചോളണേ. സിമ്പിൾ ആണ്. ഒരു സർക്കിൾ ഉണ്ട്. പിന്നെ ഇതെന്താണ്? ഒരു കോഡാണ്. ഈ കോഡിൽ നിന്ന് സെന്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. എവിടെ ഉണ്ടാക്കുന്നു കുട്ടികളെ? സർക്കിളിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. ഡൗട്ട് ഉണ്ടാ? ഇവിടെ എന്ത് ആംഗിൾ ഉണ്ടാക്കുന്നു അതിന്റെ പകുതി ആയിരിക്കും എവിടെ എന്ന് പറയണേ? മുകളിൽ. ഡൗട്ട് ഉണ്ടാ? ഇവിടെ എന്ത് ആംഗിൾ ഉണ്ടാക്കുന്നു അതിന്റെ പകുതി ആയിരിക്കും എവിടെ എന്ന് പറയണേ? മുകളിൽ. നോക്കൂ, എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ പറയാൻ കുട്ടില്ല. ഇത്രയും പറഞ്ഞില്ലാർക്കും ഡൗട്ട് ഉണ്ടാ? ഇല്ല. നോക്കി, സിമ്പിൾ ആണ്. ഞാൻ ഇനി എന്താണ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ കോഡിൽ നിന്ന് എന്താണ്ടാ? ഇവിടെ എന്തുണ്ടാക്കുന്ന കുട്ടികളെ? ഒരു ആംഗിൾ ഉണ്ടാക്കും. ഇവിടെ എന്ത് ചെയ്യുന്ന കുട്ടികളെ? ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. നമുക്ക് എന്താണ് ഈ ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് അറിയാം? എന്തായിരിക്കും? ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. എന്തായാലും ഈ സപ്ലിമെന്ററി ആയിരിക്കും. ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടാ? 180 ഡിഗ്രി കിട്ടും. എത്ര കിട്ടൂടാ? 180 ഡിഗ്രി. അപ്പം 180 മൈനസ് എത്രയെന്ന് കൊടുക്കാം? x/2 എന്ന് കൊടുക്കാം. എന്നിട്ട് 180 മൈനസ് എന്ന് കൊടുക്കാടാ? x/2. സിമ്പിൾ ആണ്. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. സിമ്പിൾ ആണ്. ഇതെന്താണ്ട? ഒരു സർക്കിളാണ്. ഒരു കോഡാണ്. ഈ കോഡിൽ നിന്ന് എന്താണ്ട? സെന്ററിലോട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. എങ്ങോട്ട് ഉണ്ടാക്കുന്നില്ലേ? സർക്കിളിലോട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കും. സെന്ററിലോട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. പിന്നെ എങ്ങോട്ട് ഉണ്ടാക്കുന്നൂടാ? സർക്കിളിലോട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. ഇവിടെ എത്രയാണോ ആംഗിൾ അതിന്റെ പകുതി ആയിരിക്കും എവിടെ എന്ന് പറയണേ? മുകളിൽ. ഡൗട്ട് ഉണ്ടാ? ഈ ആംഗിളും ഈ ആംഗിളോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എത്ര കിട്ടും കുട്ടികളെ? 180 ഡിഗ്രി. ഈ രണ്ട് ആംഗിളോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. ഇത്രയും പറഞ്ഞാൽ ആർക്കും ഡൗട്ട് ഉണ്ടാ? സിമ്പിൾ ആണ്. ഇനി ഞാൻ ചെയ്യാൻ പോണ വേറെ ഒന്നുമില്ല കുട്ടികളെ. ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു കുട്ടികളെ? ഞാൻ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു? ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. ഡൗട്ട് ഉണ്ടാ? ഇനി ഈ പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു കുട്ടികളെ? ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നൂടാ? ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. ഡൗട്ട് ഉണ്ടാ?
എന്താണ് രണ്ട് ടാൻജന്റ് എന്ത് ചെയ്യുന്നു കുട്ടികളെ വരയ്ക്കുന്നു. ഡൗട്ട് ഉണ്ടാ? എന്താണ് ഈ ഒരു പോയിന്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടൊരു ടാൻജന്റ് വരയ്ക്കുന്നു, ഈ കോഡിന്റെ അവിടെ എന്താണ് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു കുട്ടികളെ, ഒരു ടാൻജന്റ് വരയ്ക്കുന്നു. ഡൗട്ട് ഉണ്ടാ? ഇനി എന്താണ്, ഇനി നമ്മൾ പഠിക്കുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണേ. ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ രണ്ട് ആംഗിൾ തമ്മിൽ എന്താണ് ഒരു പ്രത്യേകത? ഈ സെൻട്രൽ ആംഗിളും ഈ ആംഗിളും തമ്മിൽ എന്താണ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എത്ര കിട്ടും? 180 കിട്ടും. എത്ര കിട്ടൂടാ? 180 കിട്ടും. എന്താണ് 180 കിട്ടും. അപ്പൊ എന്താണ് ഇവിടെയുള്ള ആംഗിൾ എക്സ് എന്ന് തന്നിരുന്നാൽ ഇവിടെയുള്ള ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? 180 മൈനസ് എന്താണ്ടാ? എക്സ് ആണ്. 180 മൈനസ് എന്താണ്ടാ? എക്സ് ആണ്. നോക്കില്ല, ഇത് എത്ര മാർക്ക് ചോദിക്കും? 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എത്ര മാർക്ക് ക്വസ്റ്റ്യൻ ആടാ? 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വലിയ പാടൊന്നുമില്ല. ഞാൻ ഒരിക്കൽ കൂടെ പറയാൻ കൊള്ളു, എന്നാലേ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് പറയാൻ എനിക്കറിയാം. ഇതെന്താണ്ട? ഒരു സർക്കിളാണ്. ഇതെന്താണ്ട? സർക്കിളാണ്. അടുത്ത എന്താണ്? ഇത് അതിന്റെ എന്താണ്ട? ഒരു കോഡാണ്. എന്താണ്ട? കോഡാണ്. ഡൗട്ട് ഉണ്ടാവില്ല. ഇതെന്താണ്ട? സർക്കിളാണ്. ഇത് അതിന്റെ എന്താണ്ട? കോഡാണ്. ഈ കോഡിൽ എന്താണ്? സെന്ററിലോട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. എങ്ങോട്ട് ഉണ്ടാക്കുന്നു കുട്ടികളെ? സർക്കിളിലോട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. ഡൗട്ട് ഉണ്ടാ? ഇവിടെ എന്ത് ആംഗിൾ വരുന്നു അതിന്റെ പകുതി ആയിരിക്കും എവിടെയെന്ന് പറയണേ? മുകളിൽ. ഡൗട്ട് ഉണ്ടാ? ഇവിടെ എന്ത് ആംഗിൾ ഉണ്ടാകുന്നു അതിന്റെ പകുതി ആയിരിക്കും എവിടെയെന്ന് പറയണേടാ? മുകളില്. നോക്കി കുട്ടികളെ, ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എത്ര കിട്ടും? ഈ രണ്ട് ആംഗിളായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടാ? 180 ഡിഗ്രി കിട്ടും. എത്ര കിട്ടും നോടാ? 180 ഡിഗ്രി കിട്ടുന്നു. അപ്പൊ എന്താണ് 180 മൈനസ് x/2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടൂടാ? ഇവിടെയുള്ള ആംഗിൾ കിട്ടും. ഡൗട്ട് ഉണ്ടാ? ഇനിയുള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ എന്താണ് ഉള്ള നോക്കിക്കോ. ഈ ആംഗിളോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഈ രണ്ട് ആംഗിളോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 കിട്ടും. ഡൗട്ട് ഉണ്ടാ? ഇത്രയും നല്ല ഡൗട്ട് ഉണ്ടാവില്ല. സിമ്പിൾ ആണ്. ഇനി എന്താണ് ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കുട്ടികളെ. നിങ്ങൾക്ക് അറിയാല്ലേ? നോക്കിക്കോ, സർക്കിളിന്റെ റേഡിയസും ഈ ടാൻജന്റോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും എന്ന് അറിയാം? 90 ഡിഗ്രി ആയിരിക്കും എന്ന് അറിയാലോ. എന്താണ്ട? ഈ സർക്കിളിന്റെ റേഡിയസും ഈ ടാൻജന്റോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എപ്പോൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രി ആണ്ട? 90 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ഇവിടെ എന്താണ് 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എന്താണ് ഈ റേഡിയസും ഈ ടാൻജന്റോട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രിയാണ്. എത്ര ഡിഗ്രി ആണ്ട? 90 ഡിഗ്രിയാണ്. സിമ്പിൾ ആണ്. ഞാൻ ഇനി എന്താണ് നോക്കിക്കൂട്ടില്ലേ, ഞാൻ എന്താണ് റേഡിയസിൽ നല്ല എടുക്കുന്ന ആംഗിൾ എവിടെ നിന്നാണ് എടുക്കണേ? റേഡിയസിൽ നല്ല എടുക്കുന്നത് എന്താണ്ട? ഈ കോഡ് മുതൽ എന്താണ്ട? ഈ കോഡ് മുതൽ ഏതുവരെയാണ് എടുക്കുന്നത്? ടാൻജന്റ് ഒരു ആംഗിൾ എടുക്കുക. നോക്കിക്കോ എന്താണ് ഈ ടാൻജന്റും പിന്നെ എന്താണ് കോഡുമായിട്ട് ഒരു ആംഗിൾ നിങ്ങൾ കണ്ടല്ലേ? എന്താണ് ഓപ്പോസിറ്റ് എന്താണ്ട? ഒരു ടാൻജന്റും പിന്നെ എന്താണ്ട കോഡുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കി. ആ ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്ട? നിങ്ങൾ നോക്കിയോ കുട്ടികളെ, ഈ കോഡിൽ നിന്ന് എന്താണ് ഓപ്പോസിറ്റ് ആർക്കിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ് കുട്ടികളെ? ഒരു ആംഗിൾ ഞാൻ എന്താണ് മേഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് ആംഗിൾ എന്താണ് ഉണ്ട്? എത്രയാണെന്ന് അറിയാം നിങ്ങൾക്ക്? x/2. ഡൗട്ട് ഉണ്ടാ? എന്താണ്ട? x/2 എന്നുള്ള ആംഗിൾ ഉണ്ട്. ആ ആംഗിളും ഈ ആംഗിളും എപ്പോഴും എന്തായിരിക്കും കുട്ടികളെ? ഈക്വൽ ആയിരിക്കും. അല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് മനസ്സിലാക്കുക. സിമ്പിൾ ആണ്. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് എന്ന് വിചാരിക്കും. ഇവിടെ എന്തുണ്ടാ? ഒരു ആംഗിൾ ഉണ്ട്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ട് കുട്ടികളെ? ഒരു കോഡ് ഉണ്ട്. എന്താണ്? ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ട്? ഒരു കോഡ് ഉണ്ട്. അതിന്റെ എന്താണ് അതിന്റെ അപ്പുറത്തുള്ള രണ്ട് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഡൗട്ട് ഉണ്ട്. ഏതിന് ഈക്വൽ ആയിരിക്കും? ഈ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. എളുപ്പമാണ്. വേറെ ഒന്നുമില്ലടാ. എന്താണ്? ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഇതിന് ഓപ്പോസിറ്റ് എന്തുണ്ടാ? ഒരു കോഡുണ്ട്. ആ കോഡിന്റെ എന്താണ് അപ്പുറത്തുള്ള രണ്ട് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഡൗട്ട് ഉണ്ടാ? സിമ്പിൾ ആണ്. എന്താണ്? ഒരു സർക്കിൾ ഉണ്ട്. പിന്നെ എന്താണ് ഇവിടെ സർക്കിളിൽ ഒരു ആംഗിൾ ഉണ്ടാക്കി. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്ത് കിടപ്പുണ്ട്? ഒരു കോഡ് കിടപ്പുണ്ട്. അതിന്റെ എന്താണ് പുറത്തുള്ള രണ്ട് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആണ്. ഡൗട്ട് ഉണ്ടാ? എന്താണ് പുറത്തുള്ള ആംഗിൾ എപ്പോഴും എന്തായിരിക്കും ഇവിടെ? ഈക്വൽ ആണ്. ചില സമയത്ത് നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കണം. ഐഡിയ എന്ന് പറയുമ്പോൾ എന്താണ്? വേറെ ഒന്നുമില്ലടാ. എന്താണ് ടാൻജന്റും ടാൻജന്റും എന്താണ്? ഒരു കോഡുമായിട്ട് നമ്മൾ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. അതെന്ന് പറയുമ്പോൾ എന്താണ്ടാ? ഈ കോഡിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന എന്താണ്? ഓപ്പോസിറ്റ് ആർക്കിൽ ഇടത്താണ്ട ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. ആ ആംഗിളിന് എന്തായിരിക്കും? ഇവിടെ ഈക്വൽ ആയിരിക്കും. നിങ്ങൾ പഠിക്കാൻ വേണ്ടി എളുപ്പം എന്താണ് കുട്ടികളെ? ഇവിടെ ഒരു ആർക്കുണ്ട്. ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ടാ? ഒരു കോഡുണ്ട്. കോഡിന്റെ അപ്പുറത്തുള്ള രണ്ട് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഡൗട്ട് ഉണ്ടാ? ആ രണ്ട് ആംഗിൾ എന്തായിരിക്കും ഇവിടെ? ഈക്വൽ ആയിരിക്കും. ഡൗട്ട് ഉണ്ട്? ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയ കുട്ടികളെ? ഈ ഒരു ഐഡിയ കിട്ടിയ? സിമ്പിൾ ആണ്. ഇതെന്താണ്ട? ഒരു സർക്കിളാണ്. ഇതെന്താണ്ട? ഒരു കോഡാണ്. ഈ കോഡിൽ നിന്നാണ് സെന്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നത്. എങ്ങോട്ട് ഒരു ഉണ്ടാക്കുന്നു കുട്ടികളെ? സർക്കിളിലോട്ട് ഒരു ആംഗിൾ ഉണ്ട്. സെന്ററിൽ ഒരു ആംഗിൾ ഉണ്ടാക്കുന്നത് എങ്ങോട്ട് ഉണ്ടാക്കുന്നൂടാ? സർക്കിളിലോട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നു. ഈ ആംഗിളിന്റെ പകുതി ആയിരിക്കും എവിടെ എന്ന് പറയണേ? ഇവിടെ. ഡൗട്ട് ഉണ്ടാ? ഈ രണ്ട് ആംഗിളോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? കൂട്ടില്ല? 180 കിട്ടും. അപ്പൊ എന്താണ് 180 മൈനസ് എന്താണ്? x/2 എന്ന് കൊടുത്തു. ഈ സെൻട്രൽ ആംഗിൾ ഈ ആംഗിളോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 180 മൈനസ് എന്താണ്? x ആണ്. ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്യുമ്പോൾ എത്രയും കിട്ടൂടാ? 180 കിട്ടും. ഡൗട്ട് ഉണ്ടാ? ഇനി നിങ്ങൾ വേറൊരു കാര്യം ഉണ്ട് കൂട്ടില്ലേ, ഇവിടെ എന്ത് ആംഗിൾ ആണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ട് കൂട്ടില്ല? ഒരു ആർക്കുണ്ട്. അതിന്റെ പുറത്തുള്ള രണ്ട് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും കൂട്ടില്ല? വെളിയിലുള്ള രണ്ട് ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഡൗട്ട് ഉണ്ടാ? ഇത്രയും പറഞ്ഞാൽ ആർക്കും ഡൗട്ട് ഉണ്ടാടാ?
നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്, ഞാൻ എക്സും വൈയും ഒക്കെ പറയുമ്പോൾ എന്താണ് കുറേ പേർക്ക് ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട്. കുറേ പേർക്ക് ഡൗട്ട് എനിക്കായാലും എന്താണ് എക്സും വൈ ഒക്കെ തോന്നുമ്പോൾ എന്താണ്ടാ പറയുമ്പോൾ എന്താണ്ടാ കുറേ ഡൗട്ടൊക്കെ തോന്നും. ഞാൻ എന്താണ് സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യണം, സംഖ്യ വെച്ച് പറഞ്ഞ് എന്താണ്ട വാല്യൂസ് വെച്ച് പറഞ്ഞു തരാം. നോക്കൂട്ടില്ലേ, ഇവിടെയുള്ള ഒരു ആംഗിളാണ് ഞാൻ ഇവിടെ എത്രയും തന്നിട്ടുള്ളത്, 100 എന്ന് 100 എന്ന് തന്നിട്ടുള്ളത്. എന്താണ് ചിലപ്പോൾ എന്താണ് പരീക്ഷയ്ക്ക് എന്താണ് കുട്ടികളെ ഇവിടെ എ എന്നും ഇവിടെ ബി എന്നും പിന്നെ എന്താണ് ഇത് ഒ എന്നും ഇതെന്താണ്ട സി എന്നും പിന്നെ എന്താണ് ഇതിനെ പി എന്നും ഇതിനെ എന്താണ്ട ഡി എന്നും ഒക്കെ പേരൊക്കെ കൊടുത്തിരിക്കും. ഓക്കെ, അതിനാർക്കും ഡൗട്ട് ഉണ്ടോ? ഇല്ല. നമുക്ക് എന്താണ്ട ഫൈൻഡ് ആൾ ആംഗിൾസ് കണ്ടുപിടിക്കും. എല്ലാ ആംഗിൾസും എന്ത് ചെയ്യാൻ പറയും കുട്ടികളെ, കണ്ടുപിടിക്കാൻ പറയും. സിമ്പിൾ ആണ് നോക്കിയാൽ കുട്ടികളെ, ഇവിടെയുള്ള ഒരു ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കില്ല, സിമ്പിൾ ആണ്, വേറെ പാടൊന്നുമില്ല. നോക്കി ഇവിടെ 100 എന്ന് തന്നാൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ്ട സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി ആയിരിക്കും എവിടെയെന്ന് പറയണേടാ ഇവിടെ. എന്താണ് ഇവിടെ എന്ത് ആംഗിൾ ഉണ്ടാക്കുന്നു അതിന്റെ പകുതി ആയിരിക്കും എവിടെയെന്ന് പറയണേ മുകളിൽ. ഇവിടെ 100 ഉണ്ടാക്കി അതിന്റെ പകുതി ഇവിടെ എത്രയായിരിക്കും, 50 ഡിഗ്രി. ഡൗട്ട് ഉണ്ടാ? സിമ്പിൾ അല്ലേടാ, സിമ്പിൾ അല്ലേ, വലിയ പാടുണ്ടാ. ഇവിടെ എന്ത് ആംഗിൾ ഉണ്ടാക്കും, ഇവിടെ എന്ത് ആംഗിൾ ഉണ്ടാ അതിന്റെ പകുതി ആയിരിക്കും എവിടെയെന്ന് പറയണേ ഇതിന്റെ മുകളിൽ. ഡൗട്ട് ഉണ്ടാ? ഇനി എന്താണ്ട് നമുക്ക് എന്താണ് ഈ ഒരു ആംഗിൾ നമുക്ക് എന്താണ് സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചൂടെ? ഈ രണ്ട് ആംഗിളുമായിട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എത്ര കിട്ടും, 180 ഡിഗ്രി കിട്ടും. ഡൗട്ട് ഉണ്ടാ? സിമ്പിൾ ആണ്. ഇവിടെ എന്ത് ആംഗിൾ ഉണ്ടാകുന്നു അതിന്റെ പകുതി ആയിരിക്കും എവിടെ എന്ന് പറയണേ ഇവിടെ. ഡൗട്ട് ഉണ്ടാ? ഇനി എന്താണ് ഈ ആംഗിളോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എത്ര കിട്ടും, 180 ഡിഗ്രി കിട്ടും. അപ്പൊ 180 മൈനസ് എന്താണ്ടാ 50. ഇവിടെ എത്രയും കിട്ടും കുട്ടികളെ, എത്രയും കിട്ടും പറയടാ, 130. എന്നിട്ട് എത്രയും കിട്ടും, 130. ഇത്രയും കണ്ടുപിടിച്ചിട്ട് ആർക്കും ഡൗട്ട് ഉണ്ടാ? ഞാൻ ഇപ്പൊ ഈ ഫിഗറിൽ വരയ്ക്കണമെന്നേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം കുട്ടികളെ, എഴുതുമ്പോൾ എന്താണ് സ്റ്റെപ്പൊക്കെ എഴുതിക്കൊള്ളണം. എന്താണ് ഇതുമായിട്ട് ഫർദർ ക്ലാസ് എന്താണ്ടാ ആ ഫിഗർ വരയ്ക്കാനുള്ളതും ബാക്കിയുള്ള ക്ലാസ് ഇനി എന്ത് ചെയ്യും, വരും. സിമ്പിളാണ്. ഇവിടെ വേറെ ഒന്നുമില്ലടാ, ഇവിടെ എന്ത് ആംഗിൾ ഉണ്ടാക്കുന്നു അതിന്റെ പകുതി ആയിരിക്കും എവിടെ എന്നുള്ള മുകളില്. ഈ ആംഗിളോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും എത്ര കിട്ടൂടാ, 180 ഡിഗ്രി കിട്ടും. ഡൗട്ട് ഉണ്ടാ? ഇനി എന്താണ് വേറൊരു കാര്യം കൂടെ പറഞ്ഞു തന്നിട്ട് എന്താണ്ടാ, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കുക എളുപ്പവഴി ഉണ്ടാ. ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കുക എളുപ്പവഴി എന്താണ്ടാ, ഈ ആംഗിളോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോഴും എത്ര കിട്ടും, 180 ഡിഗ്രി കിട്ടും. ഇവിടെ സിമ്പിൾ ആണ്. 180 മൈനസ് എന്ത് ചെയ്താൽ മതി, 100 ചെയ്താൽ മതി. എത്രയും നേട്ടൂടാ, 80. ഈ ആംഗിൾ കിട്ടിയടാ. ഈ ആംഗിൾ എത്രയും നേട്ടി, 80 നേട്ടി. സിമ്പിൾ ആണ്. ഈ എത്ര ആംഗിൾ എത്രയും നേട്ടിയടാ, 80 നേട്ടി. സിമ്പിൾ അല്ലേടാ? നമ്മൾ എന്താ എല്ലാം പെട്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി എന്താണ് ഒരു കാര്യമുണ്ട് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പ വഴി പറഞ്ഞു. എന്താണ്ടാ, ഇവിടെ ഒരു ആംഗിൾ ഉണ്ടായിരുന്നാൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് എന്തുണ്ടാ, ഒരു കോഡുണ്ട്. എന്താണ് എ സി എന്ന് പറഞ്ഞാൽ എന്തുണ്ടാ, ഒരു കോഡുണ്ട്. ഇതിന്റെ പുറത്തുള്ള രണ്ട് ആംഗിൾ എന്താണ്, ഈ കോഡും ടാൻജന്റും ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇവിടെ 50 ഡിഗ്രിയാണ്, ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും, 50 ഡിഗ്രിയാണ്. എത്രയായിരിക്കും 50 ഡിഗ്രി. സിമ്പിൾ അല്ലേടാ? എല്ലാ ആംഗിളും നമ്മൾ എന്താണ് പരീക്ഷകൾ എല്ലാ ആംഗിളും നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്താണ് കണ്ടുപിടിച്ച് ഇത്ര മാർക്കാണ് ഈ ഒരു ഫിഗർ. എത്ര മാർക്കാണ്, 5 മാർക്ക്. എത്ര മാർക്കടാ, 5 മാർക്ക്. സിമ്പിൾ ആണ്. എന്താണ് ഇതൊരു സർക്കിളാണ്. പിന്നെ എന്താണ് അതെന്താണ് സെന്ററിലുള്ള ഒരു ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഒരു ആംഗിൾ എത്രയാണ്, 100 എന്ന് തന്നാൽ നമ്മൾ എന്താണ്ടാ എല്ലാ ആംഗിളും കണ്ടുപിടിക്കുക. ഇവിടെ എന്താണ് 100 തന്നാൽ അതിന്റെ പകുതി എത്രയായിരിക്കും ഇവിടെ 50. ഈ ആംഗിളോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 180 ഡിഗ്രി ആയിട്ട് കിട്ടും. ഡൗട്ട് ഉണ്ട്? അപ്പൊ 180 മൈനസ് 50 എത്രയെന്ന് കിട്ടും, 130 എന്ന് കിട്ടും. ഈ സെൻട്രൽ ആംഗിളും ഈ ടാൻജന്റിന്റെ എന്താണ് കൂട്ടിമുട്ടുന്ന ഈ ആംഗിളോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടൂടാ, 180 കിട്ടും. 180 മൈനസ് 100 ഇവിടെ എത്രയെന്ന് കിട്ടൂടാ, 80 എന്ന് കിട്ടും. ഡൗട്ട് ഉണ്ടാ? ഇനി നിങ്ങൾക്ക് അറിയാം ഇവിടെ 50 ഡിഗ്രി ഉണ്ട്. ഇതിന് ഓപ്പോസിറ്റ് എന്താണ് ഒരു കോഡുണ്ട്. കോഡിന്റെ വെളിയിലുള്ള രണ്ട് ആംഗിൾ എപ്പോഴും എത്ര ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. മറക്കല്ലേ. ഓക്കെ, ഇനി എന്താണ് ഇതെന്താണ് ഒരു കോഡാണ്. എന്താണ് ഈ കോഡ്, ഞാൻ എന്താണ് കോഡ് എന്താണ് ഇവിടെ മാത്രമല്ല എന്ത് ചെയ്യുന്നു, കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു. കുറച്ച് എന്ത് ചെയ്യുന്നോടാ, എന്ത് ചെയ്യുന്നോടാ, കോഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇതെന്താണ് എ എന്നുള്ള പോയിന്റും ഇതെന്താണ് ബി എന്നുള്ള പോയിന്റ്. ഇത് ഈ പോയിന്റ് എന്തെന്ന് കൊടുത്തു, പി എന്ന് കൊടുത്തു. എന്താണ് ഇത് എ, ഇത് ബി, പിന്നെ ഇതെന്താണ്ടാ ഇതെന്താ എ ബി, പിന്നെ എന്താണ് ഇതെന്താണ്ടാ പി ആണ്. ഞാൻ എന്താണ് കുട്ടികളെ ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു കുട്ടികളെ, എന്ത് ചെയ്യുന്നു, ഒരു ടാൻജന്റ് കൂടി. ഇവിടെ ഞാൻ എന്ത് വരച്ചു, സി എന്ന് പറഞ്ഞാൽ എന്ത് വരച്ചടാ, ടാൻജന്റ് എന്ന് വരച്ചു. എന്താണ് സി എന്ന് പറഞ്ഞാൽ എന്ത് വരച്ചടാ, ടാൻജന്റ്. ഇത് ഈ ഫിഗർ കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുലയുണ്ട്. എന്താണ് ഇത് കണക്ട് എന്ത് ചെയ്തോട്ട് എന്താണ്ടാ കുട്ടികളെ, ഒരു ഫോർമുലയാണ്. എന്താണ്ടാ, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്താണ്ടാ, പി സി സ്ക്വയർ. കാണാതെ പഠിച്ചോളൂ. എന്താണ്ടാ, പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്താണ് കുട്ടികളെ, പി സി സ്ക്വയർ. എന്താണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്താണ്ടാ, പി സി സ്ക്വയർ. എളുപ്പമാണ് കുട്ടികളെ. നോക്കി ചില കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യൂടാ, ഇവിടെ 5 തരും, ഇവിടെ എത്രയും തരും, 4 തരും. നമ്മൾ ചോദിക്കും എന്ത് കണ്ടുപിടിക്കാൻ പറയൂടാ, പി സി കണ്ടുപിടിക്കാൻ പറയാം. എളുപ്പമാണ്. എന്താണ്ടാ ഈ ഒരു ഫിഗർ കണക്ട് ചെയ്ത് എന്താണ്ടാ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്ടാ പി എ എന്താണ് കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല. എന്താണ് പി എ ഇൻറ്റു പി ബി ഈക്വൽ ടു എന്താണ്ടാ, പി സി സ്ക്വയർ ആണ്. നമ്മുടെ കുട്ടികളെ പി എ എന്ന് പറയുമ്പോൾ എന്താണ്, പി മുതൽ എ വരെയുള്ള ദൂരം എത്രയാണ് കുട്ടികളെ, പി എ മുതൽ എ വരെയുള്ള ദൂരം എത്രയായിരിക്കും, 5 + 4 എത്രയും നേട്ട് 9. അടുത്ത എന്താണ് പി ബി എന്ന് പറയുമ്പോൾ എത്രയും നേട്ടം കുട്ടികളെ, ഇവിടെ തിരിച്ചെഴുതാൻ കുട്ടികളെ കുഴപ്പമില്ല. എന്താണ്ട ഇവിടെ എന്താണ്ടാ, ഇവിടെ 5 എന്ന്, ഇവിടെ എന്തെന്ന് കൊടുക്കാം, 4 എന്ന് കൊടുക്കാം. അപ്പൊ എന്താണ് പി എന്ന് പറയുമ്പോൾ എത്രയും നേട്ട് 9 എന്നും, അടുത്ത എന്താണ് പി ബി എന്ന് പറയുമ്പോൾ എത്രയും നേട്ടൂടാ, 4 എന്ന് കൊടുക്കുന്നു. ഡൗട്ട് ഉണ്ടാ? നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കുട്ടികളെ, പി എ എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയെന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു പി ബി എന്ന് പറയുമ്പോൾ എത്രയുണ്ടാ, 4 ഈക്വൽ ടു പി സി സ്ക്വയർ. 9 × 4 എത്രയും നേട്ടം 36 ഈക്വൽ ടു എന്താ നേട്ടം, പി സി സ്ക്വയർ. എന്താണ്ടാ
സ്ക്വയർ സമത്തിനപ്പുറത്ത് വരുമ്പോൾ എന്താവും റൂട്ട് 36 എന്ന് പറയുമ്പോൾ എന്താണ്ടാ 6 ആണ്. പി സി ഈക്വൽ എന്ന് കിട്ടും 6 എന്ന് കിട്ടും. ഡൗട്ട് ഉണ്ടോ? ഇതോടെ എന്താണ് നമ്മൾ ടാൻജന്റ് എന്താണ് പ്രധാനപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് കുറേ ക്വസ്റ്റ്യൻസ് എന്താണ് ബേസ് കാര്യങ്ങൾ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു തന്നു. ഓക്കെ, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് കാണാൻ പഠിക്കണം. എന്താണ് ഇതുമായിട്ട് എന്താണ് ബന്ധപ്പെട്ട എന്താണ്ട ഫിഗർ വരയ്ക്കാനുള്ളതും എന്താണ് ഇക്വേഷൻ വെച്ചുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താണ്ട അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം പഠിക്കാം. ഇതോടെ നമ്മൾ എന്താണ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം.